ഇനി സംഗീതത്തിന്റെ ലോകത്തുനിന്ന് ഒരല്പസമയം നിങ്ങളെ ഹാസ്യത്തിന്റെ ലോകത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി ഏതൊരു തൊഴിലിനും പ്രധാനമായും കിടക്കേണ്ട ഒരു കടമ്പയാണ് ഇന്റർവ്യൂ. എന്നാൽ ഇന്റർവ്യൂ പലപ്പോഴും ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങളിവിടെ ഒരു സിനിമ ഇന്റർവ്യൂ, മിമിക്രി ഇന്റർവ്യൂ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുകയാണ്. ഇതാ ഒരു മിമിക്രി ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് ഇവിടെ കട തുറന്നു വെക്കാൻ നേരത്ത് നേരം കുറയായി. ഒറ്റ കണ്ടത് അസിസ്റ്റന്റ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവിടെ ഭയങ്കര തിരക്കാണോ? ആ എന്ന് കടത്തി ഇവിടെ ആരാ വന്നിരിക്കണേ? ഷാറൂഖ് ഖാന്റെ പോലെയോ? അപ്പൊ നമുക്ക് അവനെ ഷാറൂഖ് ഖാന്റെ ഫിഗർ കഴിക്കാം. കടത്തിവിട്ടെ. എന്റെ ദൈവം, ഷാറൂഖ് ഖാന്റെ ഫിഗറിനെ തപ്പി നടക്കുകയായിരുന്നു ഞാൻ. കിട്ടിയാലും കൂട്ടി, ഇല്ലെങ്കിൽ ചട്ടി പോട്ടെന്ന്. കുഴപ്പമില്ല. ഷാറൂഖ് ഖാന്റെ ആരാ? ഷാറൂഖ് ഖാനോ? ഇതൊരു മാതിരി കാട്ടുമാക്കാന്റെ മാരുണ്ടല്ലോ. ഒന്നായിട്ട് ഇവിടെ ഹലോ, എന്താ അങ്ങോട്ട് പോന്നേ? ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. എന്താ പേരെന്താ? കുട്ടപ്പൻ. വീട് എവിടെ? കട്ടപ്പനയാണ്. എന്താ ജോലി? എന്താ? കൊട്ടപ്പാക്കിന്റെ പരിപാടിയാണ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആകെ കട്ടപ്പുകയാണ്. ആവൂലോ, രൂപം കണ്ടാ തന്നെ മനസ്സിലായി. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് എന്തിനായിരുന്നു? ഇങ്ങോട്ട് പോകുന്ന ഇവിടെ എന്തോ മിമിക്രിക്ക് അറിയാമോ നിങ്ങൾക്ക്? അതെ, അത്യാവശ്യമൊക്കെ അറിയാം. അത്യാവശ്യം അറിഞ്ഞാ പോരാ, നന്നായി തന്നെ അറിയണം കേട്ടോ. എന്തൊക്കെയാ മിമിക്രി ചെയ്യുന്നത്? ഒരുപാട് പക്ഷികളെ ശബ്ദം, അങ്ങനെ എല്ലാ മിമിക്രിക്കാരും വന്ന ഫസ്റ്റ് എടുക്കുന്ന പക്ഷിയുടെ ശബ്ദം ഒന്നും പോരാ. വെറൈറ്റി ആയിട്ട് വേറെ എന്തുണ്ടോ? വെറൈറ്റി ആയിട്ട് കുറച്ച് ഡിലേ ഒക്കെ ഇട്ട് തരണം. ആര്? ആ ചേട്ടൻ ഡിലേക്ക് ഇഷ്ടം പോലെ ഇട്ട് തരും. അപ്പം പക്ഷികളെ ശബ്ദേ വേണ്ട, പക്ഷി ശബ്ദം വേണ്ട, നമുക്ക് വെറൈറ്റി ആയിട്ട് നീ മതി. വെറൈറ്റി ആയിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു രസം വേണം. കേൾക്കുമ്പോൾ രസം വേണം. അതെ. ആയിക്കോട്ടെ, ഞാൻ ആദ്യം മൈക്കോൺ ടെസ്റ്റ് ചെയ്യാം. മൈക്ക് ചെക്ക് ചെയ്യാൻ പോലും അറിയാത്തൊരു മിമിക്രിക്കാരൻ. ആദ്യം പറഞ്ഞ പക്ഷി തന്നെ മതി. പക്ഷി തന്നെ മതി. കുറച്ച് ഡിലേ നല്ലോണം. അപ്പൊ നീ മൈക്കിലേക്ക് പക്ഷികളെ വെറൈറ്റി ശബ്ദം. വെറൈറ്റി ആയിട്ട് പക്ഷിയുടെ ശബ്ദം അവതരിപ്പിച്ചോളൂ. അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളല്ല സ്ത്രീകൾ, അവർക്കായിരിക്കും കൂടുതൽ പരിചയം. മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരും. അങ്ങനെ പൂച്ച അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. അയ്യോ പാവായി പോയി, കാണുമ്പോ തന്നെ സങ്കടം തോന്നുന്നു. അമ്മ പാവായി. അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. പെടുത്ത പൂച്ച എങ്ങട്ടാ? അതൊക്കെ അവിടെ വളണ്ടിയേഴ്സ് ഉണ്ട്, അവർ ഓടിച്ചോളും. വേറെ എന്ത് അവതരിപ്പിക്കാൻ? പൂച്ച അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ചയെ തേടി വരുന്ന കണ്ടം പൂച്ചയുടെ ശബ്ദമാണ്. പ്രണയം ലൈനടി എന്നൊക്കെ ഞങ്ങൾ പറയും. നമ്മളത് ലവ് എന്ന് പറയും. ഒരുപാട് പൂച്ചകളുണ്ടെന്ന് നല്ല കടിയിടുന്നു. ശ്രദ്ധിക്കുക. അമ്മ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നല്ല പരിചയമാണല്ലേ. ഈ പ്രണയം ഇവിടെ അവസാനിച്ചു. അടുത്ത പ്രസവമാണ്. ഇത്ര പെട്ടെന്നാ? എന്താ ഇന്റർനെറ്റ്? അതെ, എന്റെ ഭാവനയിലാണ്. ശ്രദ്ധിക്കാം. അയ്യോ വരുന്ന വരത്ത് കണ്ടോ പാപം. ആരെങ്കിലും പറഞ്ഞു ആവശ്യമില്ലാത്ത പണി കേൾക്കാൻ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്
പൂച്ച പ്രസവിച്ചു. കൺഗ്രാചുലേഷൻ. വരാൻ പറ്റിയില്ലല്ലേ? അല്ല, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ക്ഷണിച്ചില്ല. അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടന്റെ വീട്ടിൽ നടക്കുന്ന പാല് കറവയാണ്. പാല് കറവ. പശുവിന്റെ പാല് കറന്നുകൊണ്ട് കൊണ്ടുവന്ന വ്യത്യാസം. ആദ്യമേ ഒരു പാവപ്പെട്ടന്റെ വീട്ടിലെ കറവ എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കാം. പൊട്ടിയില്ലേ? വെടിക്കട്ടല്ലാന്ന്, പിന്നെ അകടിന്റെ മോള് വെള്ളാക്കിയതാണ്. ഇത്ര കറവ നടക്കട്ടെ. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ കറവയാണ്. പക്ഷെ എല്ലാ പണക്കാരും അങ്ങനെ ചെയ്യാറില്ല. പിശുക്കന്മാര് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അവർ അകടിന്റെ മുകളിൽ വെള്ളം നാക്കൂല, കറവ അങ്ങോട്ട് തുടങ്ങും. തുടങ്ങട്ടെ. വെള്ളമൊന്നും ഇല്ല ഇല്ല ഇല്ല. കഴിഞ്ഞ് നമ്മൾ വിചാരിക്കാൻ കഴിഞ്ഞില്ല. ഇനി പരിപാടി തുടങ്ങാൻ പോകുന്നു. തുടങ്ങട്ടെ. അമ്മേ, അയ്യോ അമ്മ. അതെ, അകിട്. അവർക്ക് എന്താ അകിട്? ചോര വരാറായി. അങ്ങനത്തെ വിചാരമൊന്നും ഓർക്കില്ലാന്ന്. അതിപ്പോ ചാവൂത്. ചാവട്ടെ. കഴിഞ്ഞില്ല. പാത്രം എടുത്ത് 2 കൈ കൊണ്ടമ്മേ. ഉള്ള തീർത്തും പോരട്ടെ. ഈ കരച്ചിൽ കേട്ടാലേ കറുവ നിർത്തും. അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടന്റെ വീട്ടിലും വളർത്തുന്ന പട്ടികളുടെ ശബ്ദ വ്യത്യാസമാണ്. ശബ്ദ വ്യത്യാസം. പട്ടി ആദ്യം ഒരു പാവപ്പെട്ടന്റെ വീട്ടിലെ പട്ടി എങ്ങനെ കുരയ്ക്കാൻ ശ്രദ്ധിക്കാം. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കുഞ്ഞുങ്ങളുടെ ശബ്ദം കുറച്ച് ഡിലേ വേണം. കുഞ്ഞുങ്ങളുടെ ശബ്ദം നല്ല ഡിലേ വേണം. കുഞ്ഞിന് ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ ശബ്ദത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം ഈ കുഞ്ഞിങ്ങനെ കരഞ്ഞെടുക്കും. നമ്മൾ എന്ത് ചെയ്യും? സോറി, നമ്മളല്ല, അമ്മമാരെന്ത് ചെയ്യും? താരാട്ട് പാടി ഉറക്കും. ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് അവതരിപ്പിക്കും. ഈ കൊച്ചിന്റെ ശബ്ദവും അമ്മ താരാട്ട് പാടുന്ന ശബ്ദവും ഒരുമിച്ച്. ഉറങ്ങിപ്പോയി. അടുത്തൊരു എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. ഇതേ വിളിച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും. അതെ. ഇതേ വിളിച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ടീഷർട്ടിന്റെ സിബ് വലിക്കൊണ്ട ശബ്ദമാണ്. സിബ്. ഈ ടീഷർട്ടിൽ വികൃതിയായ കുട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അവർ ടീഷർട്ട് തന്നെ ഇങ്ങനെ വലിച്ചു കളിക്കുന്നത് കേടുവരുത്തും. കേട് വന്നു കഴിഞ്ഞാലോ അങ്ങനെ പോയി മാമ. രക്ഷപ്പെട്ട്. അടുത്ത ഈ വികൃതിയായ കുട്ടിയുടെ കയ്യിൽ ഒരു കാറ്റ് നിറയ്ക്കാത്ത ബലൂണും കിട്ടിയ എന്താ സ്ഥിതി? വികൃതിയായ കുട്ടിയുടെ കൈ കിട്ടിയ എന്താ? ഇങ്ങനെ വലിച്ചു കളിക്കും. വലിച്ചിങ്ങനെ വിടും. അത് പൊട്ടും അങ്ങനെ പിടിക്കുന്നിട്ട്
പൊട്ടൂല മാമ, പൊട്ടും ഞാൻ പൊട്ടൂല. പൊട്ടു ഉറപ്പാ. നോക്കിക്കോ. പൊട്ടി പൊട്ടിയല്ല സമാധാനം. ഇനി വീട്ടുകാര് കാണാതെ ഇനിയും പരിപാടി ഉണ്ട്. അതുകൊണ്ട് അതിന്റെ കഷ്ടം എടുത്തിട്ട് എന്നിട്ട് അതിന്റെ കഷ്ണം എടുത്തിട്ടാണ് അടുത്ത പരിപാടി. അടുത്തൊരു ഇതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്ത് നോക്കണം. അടുത്ത തുരുമ്പ് എടുത്ത് ഇരുമ്പ് കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമണ ശബ്ദമാണ് തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കപ്പി. ഇനി ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുകയാണ്. അവസാനമായി ആരുടെ? അയ്യോ എന്റെ മിമിക്രിയുടെ അവസാനം മിമിക്രിയുടെ അവസാനം. ഒരു പൂച്ച പാട്ട് പാടുന്ന ഐറ്റമാണ്. ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ട്? എന്റെ കൽപ്പിലെ വെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ. ഈ പാട്ടിന് മ്യൂസിക് വായിക്കാനത് ആരെങ്കിലും വായിച്ചു? ഞാൻ വായിക്കാം. I